ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പീച്ച് ട്രാപ്പിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ജിയോണിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഇവർ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഹരം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഹരം ഇത് കണ്ടിട്ട് ഇവരോട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹരമാണെങ്കിൽ ചിയേഴ്സൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ബിയറൊക്കെ എടുത്ത് ചിയേഴ്സ് പറയുന്ന ടൈമിന് ടേക്കിൻ്റെ കയ്യിലും ഇതേ സെയിം ഒരു സ്മാർട്ട് വാച്ചുള്ള കാര്യം ശ്രദ്ധിച്ചിട്ട് അതിനെ പറ്റിയിട്ട് അവൻ്റെ അടുത്ത് ദോഹ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ടേക്ക് ഇപ്പോൾ മറുപടി പറയുന്നുണ്ട്, ഇത് ഞാൻ കഴിഞ്ഞ മാസം എൻ്റെ ഫോൺ ചേഞ്ച് ചെയ്ത ടൈമിന് വാങ്ങിച്ചതാണ്, ഞാനിത് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇടാറില്ല, അല്ലാത്ത സമയത്ത് എപ്പോഴും ഇടാറുണ്ട്, നീ എന്നെ കൂടുതൽ ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ നിനക്ക് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ ദോഹയ്ക്ക് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, തന്നെ ആരാണ് കിസ് ചെയ്തെന്നുള്ള ഒരു കാര്യം ആലോചിച്ചിട്ട്. അങ്ങനെ അവൻ എന്താ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പുറകെ ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ടേക്ക് എന്തൊരു നീ ഓക്കെയാണ്, നമുക്ക് തിരിച്ച് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ വീട്ടിൽ പോകുന്നില്ല, അവർ ഇവരോടിരുന്ന് തന്നെ ഫുഡ് കഴിക്കുകയും ഡ്രിങ്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. 4 പേരെയും ബോധം ഒരുവിധം പോകാറായിട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ദോഹ കഴിച്ച് ബാക്കി 3 പേരും തമ്മിൽ തർക്കം നടക്കുകയാണ്, ആര് ദോഹേനെ വീട്ടിൽ കൊണ്ടുവിടുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ടേക്കാണെങ്കിൽ ഞാനും അവനും അടുത്തടുത്തല്ലേ താമസിക്കുന്നത്, ഞാൻ അവരെ കൊണ്ടുപോക്കണം, നിങ്ങൾ ആരും വരണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഹരമപ്പോൾ നിങ്ങൾ 2 പേരും ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട്. ജിയോണപ്പോൾ നിന്നെക്കാളും എന്നെയാണ് വിശ്വസിക്കാൻ കൊള്ളാമെന്നുള്ളത്, കാരണം ഞാൻ ദോഹയുടെ വർക്ക് ചെയ്തിരുന്ന ആളാണ്, അപ്പോൾ ഞാൻ തന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് നല്ല തർക്കം നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ പതുക്കെ ദോഹ ഇരിക്കുന്നുണ്ട്. അവസാനം സഹി ഇട്ടിട്ട് അവൻ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാനായിട്ട് അറിയാമെന്ന്. എന്നാൽ അവൻ നടന്നു പോകുന്ന സമയത്ത് ബോഡി ഗാർഡ്സിനെ പോലെ അവർ 3 പേരും അവൻ്റെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതാണെങ്കിൽ ഹരം ഇവൻ്റെ അടുത്തിങ്ങനെ ചേർന്ന് കിടക്കാണ്, ടേക്കിനെ അടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഒരു അവസരം കിട്ടുമ്പോൾ ഹരമിനെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് ടേക്ക് അവിടെ അടുത്ത് കയറി നിൽക്കുന്നുണ്ട് ദോഹയുടെ അടുത്തായിട്ട്. പിന്നെ ഹരമിന് ദോഹയുടെ അടുത്ത് പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ ഹരം ചോദിക്കുന്നുണ്ട്, നമ്മളെന്താ പട്ടാളക്കാരോട് ഇങ്ങനെ നടക്കാനായിട്ട് വരിയായിട്ട്, എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ടേക്ക് പോകും, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീട്ടിൽ പോകാൻ നോക്കി, എന്തിനാ ഞങ്ങളോട് നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയമാണ് ദോഹ ഒരു കാര്യം ആലോചിച്ചിട്ട് ജിയോണിനോട് ചോദിക്കുന്നത്, അല്ല നിങ്ങളുടെ വീട് അതുവഴിയല്ലേ, പിന്നെ എന്തിനാണ് ഞങ്ങളോട് ഇതുവഴി വരുന്നതെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും ടേക്കും ഹരവും കൂടെ ആയിട്ട് ഇവനിങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്, എന്തിനാണ് ഞങ്ങളോട് വരുന്നത്, എന്തിനാണ് ഞങ്ങൾ ശല്യം ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. ആ ടൈമിൽ ജിയോണാണെങ്കിൽ അത് പിന്നെ എനിക്ക് അതുവഴി പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വരുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ കണ്ടിന്യൂ ചെയ്ത് നടക്കുന്നുണ്ട്. ദോഹയുടെ വീടെത്തി കഴിയുമ്പോഴത്തേക്കും ടേക്കാണെങ്കിൽ ദോഹയെ കൊണ്ട് പോകാനായി നിൽക്കുന്നുണ്ട്. ആ സമയം ഹരാണെങ്കിൽ അടുത്ത തവണ നമുക്ക് നിൻ്റെ വീട്ടിൽ നിന്ന് ഡ്രിങ്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ടേക്ക് പറ്റൂല, ഞാൻ സമ്മതിക്കൂല എന്ന് പറയുന്നുണ്ട്. ഹരം അപ്പോൾ നിൻ്റെ വീട്ടിലല്ലോ, ഞാൻ ദോഹയുടെ വീട്ടിൽ നിന്ന് ഡ്രിങ്ക് ചെയ്യുന്ന കാര്യമല്ലേ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ജിയോണാണെങ്കിൽ ഇപ്പോൾ ദോഹ പോട്ടെ, അവൻ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദോഹേനെ അങ്ങോട്ടേക്ക് വിടാനേ നിൽക്കുന്നുണ്ട്. ആ സമയം ദോഹയും ജിയോണിൻ്റെ അടുത്ത് ശരി എന്നാൽ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകാനേ തുടങ്ങുന്നുണ്ട്. ടേക്ക് ആ ടൈമിന് അവർ 2 പേരും തുറച്ചു നോക്കിയിട്ട് മര്യാദയ്ക്ക് പൊക്കോ എന്നും പറഞ്ഞ് ആക്ഷനും കാണിച്ചിട്ട് ദോഹേനെ കൊണ്ട് വീടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. ദോഹ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള വീട്ടിലായിട്ടാണ് ടേക്ക് താമസിക്കുന്നത്. അതുകൊണ്ട് 2 പേരും ഒരേ സ്ഥലത്തോട്ടാണ് കയറി പോകുന്നതും. അങ്ങനെ കയറിപ്പോയി കഴിയുമ്പോഴത്തേക്കും ടേക്കാണ് ശരി എന്നാൽ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അവൻ്റെ വീട്ടിലോട്ട് പോകാനേ നിൽക്കുന്നുണ്ട്. എന്നാൽ ദോഹ എന്തോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കും ടേക്ക് എന്തോ പറ്റി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ദോഹയുടെ ഷൂ ലൈസ് അഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ടേക്ക് അവന് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ദോഹ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാം, എനിക്ക് ചെയ്യാൻ അറിയാമെന്ന് പറയുമ്പോൾ ടേക്കാണ് ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും അഴിഞ്ഞു പോകുന്നു, നീ ഒരിക്കലും അനുസരിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ദോഹനെ നോക്കുന്നുണ്ട്. ആ സമയം ദോഹയുടെ ശ്രദ്ധ പെടുന്ന അവൻ്റെ ചുണ്ടിലോട്ട് പോകുന്നുണ്ട്, കാരണം അവനാണ് കിസ് ചെയ്യുന്നുള്ളൊരു ചിന്തയിൽ. ആ ടൈമിൽ 2 പേരും ഇങ്ങനെ ക്ലോസ് ആയി വരുന്നുണ്ട്. ഇന്ന് 2 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ അത് വീടാണെന്നുള്ള രീതിയിൽ ദോഹ പെട്ടെന്ന് മാറി നിന്നിട്ട് അങ്ങോട്ട് മാറിയിരിക്കും, എനിക്ക് ചൂടെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വിഷയം മാറ്റി വിടാണ്. അങ്ങനെ ടേക്ക് എന്നാൽ ശരി ഗുഡ് നൈറ്റ്, നാളെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വീട്ടിൽ കയറി പോകുന്നുണ്ട്. ദോഹയും പോകുന്നുണ്ട്. ടേക്ക് അവൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി കഴിയുമ്പോഴത്തേക്കും അകത്തൊരു റൂം ഓപ്പണായി കിടക്കുന്നതും അവിടെ ലൈറ്റ് കിടക്കുന്നതും അവൻ കാണുന്നുണ്ട്. ആരോ വീട്ടിൽ കയറിയെന്ന് മനസ്സിലായിട്ട് പെട്ടെന്ന് ഒരു ക്രിക്കറ്റ് ബാറ്റോ എന്തോ സംഭവം എടുത്തുകൊണ്ട് അവൻ അടിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെന്നാൽ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത് അവൻ്റെ അനിയത്തിയായിരുന്നു. അനിയത്തി തിരിച്ച് എബ്രോഡിൽ നിന്ന് കൊറിയയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ പറയാതെ വന്നതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഇതിനൊക്കെ ഒന്ന് വിളിച്ചിട്ട് വന്നൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ അവളാണെങ്കിൽ അല്ല നീ ഇപ്പോൾ എവിടെ പോയിരിക്കുവാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ദോഹയുടെ കൂടെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവളാണെങ്കിൽ ദോഹനെ കണ്ടിട്ട് കുറേ നാളായില്ലേ, ഞാൻ പോയി ഒന്ന് ഹായ് ഒക്കെ പറഞ്ഞിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കും അവന് ഞാനും ഡ്രിങ്ക് ചെയ്യാൻ പോയിരിക്കുമായിരുന്നു, അവൻ നന്നായിട്ട് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട്, അവനെ പോയി ശല്യം ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ തടയുന്നുണ്ട്. എന്നാൽ അവളാണെങ്കിൽ എങ്കിൽ പിന്നെ പോയി നോക്കിയിട്ട് വന്നിട്ട് എൻ്റെ കാര്യമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇവളെ പിടിക്കാനായിട്ട് ഇവൻ പുറകെ പോകുന്നുണ്ട്. അടുത്ത് ജിയോണിനെ കാണിക്കുകയാണെങ്കിൽ ജിയോൺ ഇപ്പോൾ ഒരു ടാക്സിയിൽ അവൻ്റെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആ സമയം അവൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് വിളിച്ചിട്ട് നിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ റെഡി ആയിരിക്കുമായിരുന്നു, നീ എന്തുകൊണ്ടാണ് വരാത്തതെന്നൊക്കെ ചോദിക്കുമായിരുന്നു. ആ ടൈമിൽ ഇവനാണെങ്കിൽ അത് പിന്നെ അവർ തിരക്കായി പോയി, ഞാൻ പിന്നീട് നിങ്ങൾക്ക് അതിന് പകരം ട്രീറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് കോൾ കിട്ടിയുന്നുണ്ട്. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് അവൻ്റെ ഫ്രണ്ട്സ് അവന് വേണ്ടിയിട്ട് ഇതുപോലെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് അവൻ ഓൾറെഡി അറിയാമായിരുന്നു. പക്ഷേ അവൻ്റെ ബർത്ത്ഡേ ദോഹയോടെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ അവൻ ആ ഒരു കാര്യം ഇപ്പോൾ ആലോചിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അടുത്ത് വീണ്ടും ദോഹനെ കാണിക്കുകയാണെങ്കിൽ ദോഹ ഇപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് ജിയോണാണെങ്കിൽ ഇവൻ വീട്ടിലോട്ട് ഇങ്ങനെ വരുന്ന ടൈമിന് കൂടെ നടന്നു വന്ന കാര്യം എന്നാൽ അവൻ അറിയുകയും ചെയ്യാം ജിയോണിൻ്റെ വീട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ജിയോൺ തൻ്റെ കൂടെ നടന്നു വന്നതെന്ന് അവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ സമയം ടേക്കോ അവൻ്റെ അനിയത്തിയും കൂടിയായിട്ട് വീണ്ടും ഇവനായിട്ട് ഡ്രിങ്ക് ചെയ്യാനായിട്ട് കുറേ ഡ്രിങ്ക്സും സ്നാക്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരും അകത്ത് കയറിയിരുന്ന് ഓരോ TV ഷോ ഒക്കെ കണ്ടിട്ട് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. ആ ടൈമിന് ജിയോണാണെങ്കിൽ ദോഹയ്ക്ക് മെസ്സേജ് ഇട്ട് നീ സേഫായിട്ട് തന്നെയല്ലേ ഉള്ളത്, ഞാൻ സേഫായിട്ട് വീട്ടിലെത്തി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം മെസ്സേജ് കാണുമ്പോഴത്തേക്കും
ടേക്കിൻ്റെ അനിയത്തി ചോദിക്കുന്നുണ്ട്, അല്ല ആരാ ചേട്ടാ മെസ്സേജ് അയക്കുന്നതെന്നൊക്കെ. ആ ടൈമിന് ദോഹ ആരാണെന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. ടേക്കിൻ്റെ അനിയത്തി ആ ഒരു ടൈമിന് സാധാരണ ആണുങ്ങൾ ഇങ്ങനെ പരസ്പരം കെയർ ചെയ്യാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ദോഹയാണെങ്കിൽ യൂഷ്വലി അങ്ങനെ ചെയ്യാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയം തന്നെ ടേക്കിൻ്റെ അനിയത്തി ആണെങ്കിൽ താനിപ്പോൾ കൊറിയയിലൊക്കെ ഇങ്ങനെ വരാറില്ലല്ലോ, ഇപ്പോൾ ഹോളിഡേ കിട്ടിയതുകൊണ്ട് വന്നതല്ലേ, തനിക്ക് ഇവിടുത്തെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യണമെന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് രാത്രി താൻ വീട്ടിലേക്ക് വരുന്നില്ല, തന്നെ കോൾ ചെയ്യല്ലെന്നും പറഞ്ഞിട്ട് ടേക്കിനോട് ബായും പറഞ്ഞിട്ട് അവൾ നേരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അവൻ വിളിക്കുന്നുണ്ട് എന്നാൽ അവൾ നിൽക്കുന്നില്ല. അങ്ങനെ ഒരു TV കാണാനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൽ മെയിൽ ലീഡ്സ് തമ്മിൽ എനിക്കിനി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിന് ഇവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. ദോഹ പെട്ടെന്ന് ആ ഒരു ഇതങ്ങ് മാറ്റാനായിട്ട് താൻ വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ദോഹേനെ ഇവൻ തടങ്ങിയിട്ട് നിനക്കതൊക്കെ ഓർമ്മ വന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ദോഹ അപ്പോൾ എന്ത് ഓർമ്മ വന്നില്ലേന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ സത്യം പറ നിനക്ക് ഓർമ്മ വന്നില്ലേ, നിനക്കത് മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്, ദോഹ ആരെയാണ് കിസ് ചെയ്തെന്നുള്ള കാര്യം നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. ദോഹയും ജിയോണും കൂടെ ആയിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജിയോണാണെങ്കിൽ ദോഹയുടെ അടുത്ത് നിൻ്റെ വീട് എവിടെയാണെന്ന് ഇങ്ങനെ കുറേ തവണ ചോദിക്കുമ്പോഴത്തേക്കും ദോഹയാണെങ്കിൽ ഇത് അവിടെയാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ദോഹ വീഴാനായിട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് ജിയോൺ അവനിങ്ങനെ പിടിച്ച് ചേർത്ത് നിർത്തുന്നുണ്ട്. ദോഹയുടെ ഓർമ്മയിൽ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വിചാരിച്ചത് ജിയോണാണ് തന്നെ കിസ് ചെയ്തതെന്നാണ്. എന്നാൽ ചേർത്ത് നിർത്തിയെങ്കിലും ജിയോൺ അവനെ കിസ് ചെയ്തിട്ടൊന്നും ഉണ്ടാകുന്നില്ല. ജിയോൺ അവൻ്റെ അടുത്ത് ശ്രദ്ധിച്ച് നിൽക്കുന്ന മാത്രമാണ് പറഞ്ഞത്. ആ ടൈമിൽ തന്നെ അങ്ങോട്ടേക്ക് ഹരമും ടേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും വന്നപ്പോൾ കണ്ട കാഴ്ച ഇവരിങ്ങനെ ക്ലോസ് ആയി നിൽക്കുന്നതാണ്. അത് ടേക്കിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ടേക്ക് ഓടി ചെന്നിട്ട് ദോഹയുടെ ജിയോണിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പിടിച്ചു മാറ്റുന്നുണ്ട്. ദോഹയുടെ അടുത്ത് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഹരമിനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഹരമായി നല്ല ടൈമിങ്ങിനാണല്ലോ നമ്മൾ എത്തിയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിന് തിരിച്ച് ടേക്ക് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. ദോഹേനെയും കൊണ്ട് ഇങ്ങനെ പോവാണ്. കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോഴത്തേക്കും ദോഹേനെ അവൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കും ഒരു മരത്തിൽ നിന്ന് പീച്ച് ഫ്ലവേഴ്സ് എല്ലാം ഇങ്ങനെ പൊഴിയാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. അവരവിടെ ഇങ്ങനെ ചെന്ന് നിന്നിട്ട് ഇത് തന്നെ നോക്കുന്നുണ്ട്. ആ സമയം ദോഹ കണ്ണ് തുറന്നൊന്നും ആയിരുന്നില്ല ഇരിക്കുന്നുണ്ടായിരുന്നത്. ആൾ ചെറിയൊരു ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ടേക്ക് അവനെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പൂക്കളെല്ലാം ഇങ്ങനെ പൊഴിയുന്നത് നോക്കുന്നുണ്ടായിരുന്നു. ആ സമയം ദോഹയുടെ കവിളിലെല്ലാം ഒരു ഏതളക്കം ഇങ്ങനെ ഒട്ടിയിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ദോഹ പതുക്കെ കണ്ണ് തുറക്കുന്നുണ്ട്. ആ സമയം ടേക്ക് നീ ഭയങ്കര വെയിറ്റ് ആണ്, താഴെ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് അവനെ പിടിച്ച് താഴേക്ക് നിർത്തുന്നുണ്ട്. എന്നിട്ട് ദോഹേനെയും കൊണ്ട് അങ്ങ് വീട്ടിനകത്തേക്ക് കയറി പോവാണ്. കയറി പോകുന്ന സമയത്ത് ടേക്ക് ദോഹയുടെ അടുത്ത് നിനക്ക് അവനെ ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ദോഹ ആരെയാ, ജിയോണിനെയാണോ? അങ്ങനെയൊന്നുമില്ല, അവനെ ഞാനാണെങ്കിൽ ഡിന്നർ കഴിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ കൊണ്ടുപോയതാണ്. എന്നാൽ ലാസ്റ്റ് ക്യാഷ് കൊടുത്തത് അവൻ തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടെ ഫുഡ് കഴിക്കാൻ പോകാം, അത്തവണ ഞാൻ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ടേക്കാണെങ്കിൽ നീ ഇങ്ങനെ ആരുടെ കൂടെ അവിടെ ഒരു ഫുഡ് കഴിക്കാൻ പോവോ, നീ ഇങ്ങനെ പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം തന്നെ ദോഹ ഡ്രിങ്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആളുടെ കൺട്രോൾ പോകുന്നുണ്ട്. ആൾ പതുക്കെ വീഴാനായി പോവാണ്. ടേക്ക് അവനെ പിടിച്ച് നിർത്തുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും കിസ് ചെയ്യുന്നത് പോലെയായിരുന്നു പെട്ടെന്ന് നിൽക്കുന്നുണ്ടായിരുന്നത്. അവരുടെ ലിപ്സ് പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയം ടേക്കാണെങ്കിൽ പതുക്കെ അവനിങ്ങനെ നീക്കി നിർത്തുന്നുണ്ട്. ആളിങ്ങനെ ഷോക്കായി പോകുന്നുണ്ട്. എന്നാൽ ഒരു സെക്കൻഡ് ഇങ്ങനെ നോക്കിയതിന് ശേഷം ടേക്ക് തന്നെ ദോഹേനെ പോയി അങ്ങ് കിസ് ചെയ്യുന്നുണ്ട്. ദോഹേനെ ചേർത്ത് നിർത്തി അവൻ കിസ് ചെയ്യാണ്. ആ ഒരു കാര്യമാണ് ദോഹയുടെ മൈൻഡിൽ വീണ്ടും ഉണ്ടായിരുന്നത്. എന്നാൽ ആരാണ് തന്നെ കിസ് ചെയ്തെന്നുള്ള ആ ഒരു ഫേസ് അവൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരിപ്പോൾ ഇങ്ങനെ കിസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇടുന്നവരെ ബൈ.